വയനാട്ടിലെ കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. മഴയും പ്രതികൂല കാലാവസ്ഥയും തെരച്ചിലിന് വെല്ലുവിളിയാണ്. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണ സമിതിയെ സർക്കാർ ഇന്ന് നിയോഗിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശത്തെത്തും. വൈഷ്ണ പ്രഭാകരനുണ്ട് വിവരങ്ങളുമായി. വൈഷ്ണ, എന്തായാലും വലിയൊരു ദുരന്തം. ആ ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായുള്ള തെരച്ചിലാണ് ഇന്നും തുടരുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം ദുരന്ത പ്രദേശത്തെത്തിയിരുന്നു. ഇന്നിനി പ്രതിപക്ഷ നേതാവും ദുരന്തഭൂമി സന്ദർശിക്കാൻ എത്തുകയാണ്. എപ്പോഴേക്കായിരിക്കും ഇനി തെരച്ചിൽ പുനരാരംഭിക്കുക? ഏത് രീതിയിലാണ് ഇന്ന് തെരച്ചിൽ മുന്നോട്ട് പോവുക? അതേ കാർത്തു, 3-ാം ദിവസമായ ഇന്നും ദുരന്ത പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദിലീപ് ബിഡ്കോൺ കമ്പനിയുടെ ഇതര സംസ്ഥാന തൊഴിലാളികളായ ജീവനക്കാരായ 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 3 മൃതദേഹങ്ങളാണ് ഈ ഒരു ദുരന്ത പ്രദേശത്തു നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഇനി 5 പേർക്കായുള്ള തെരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 4 സംഘങ്ങളായിട്ടാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. അതുപോലെ കെടാവർ നായകളടക്കം എത്തി അവിടെ മണം പിടിക്കുന്നതിനനുസരിച്ച് മണ്ണ് നീക്കി JCB ഒക്കെ എത്തി മണ്ണ് നീക്കി ഉള്ള തെരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും തെരച്ചിൽ തുടരുകയാണ്. അതേസമയം പ്രതികൂല കാലാവസ്ഥ ഈ തെരച്ചിലിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. മഴ കനക്കുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ പെട്ടെന്ന് തന്നെ മഴ വരാനുള്ള സാധ്യത, മഴ മുന്നറിയിപ്പില്ലെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ മഴ വരാനുള്ള സാധ്യതയുള്ള പ്രദേശമായതിനാൽ പെട്ടെന്നുള്ള മഴ ഈ ഒരു തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അതുപോലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഇന്ന് ദുരന്ത സ്ഥലം സന്ദർശിക്കും. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പും ആശുപത്രിയിൽ കിടക്കുന്നവരെയും സന്ദർശിക്കും. ഇതിനുശേഷം കൽപ്പറ്റയിലെ CPM സമിതി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണും. LDF സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു ഈ ഒരു തുരങ്കപാത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതിനെപ്പറ്റി ഇനി എന്താണ് പറയുക എന്നുള്ളത് ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇന്നലെ മുഖ്യമന്ത്രി ദുരന്ത സ്ഥലം സന്ദർശിച്ചിരുന്നു. ദുരന്ത സ്ഥലം സന്ദർശിച്ച് പറഞ്ഞത് ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു ദുരന്തം എന്താണ് ഈ ഒരു ദുരന്തം ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളതിൽ ഇരട്ട അന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് അന്വേഷണ സമിതിയെ നിയോഗിക്കും. അതിനുശേഷമാണ് ആരാണ് ഈ ഒരു അന്വേഷണം നടത്തുക എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ NDRF, STRF, പോലീസ്, വനംവകുപ്പ് ഇവരെല്ലാം ചേർന്നുള്ള വളരെ ദ്രുതഗതിയുള്ള തെരച്ചിലാണ് നടത്തുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ തെരച്ചിൽ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള മുന്നേറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്തവുമായി ബന്ധപ്പെട്ട് സാങ്കേതികവും നിയമപരവുമായ പരിശോധന നടത്തും. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ 50 ഇന മാർഗനിർദ്ദേശങ്ങൾ പൂർത്തിയാക്കിയാണോ കരാർ കമ്പനി ഈ ഒരു നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്, നിർമ്മാണം തുടരുന്നത് എന്നുള്ളൊരു കാര്യം അന്വേഷിക്കും. അതുപോലെ കരാർ കമ്പനി പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളൊന്നും മിസ്റ്റേക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കരാർ കമ്പനി പറയുന്നത്. ഇത് മണ്ണിടിച്ചിലാണ്, ഉരുൾപൊട്ടിയതാണ്. ഈ തുരങ്ക നിർമ്മാണത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഭാഗത്ത് ഉരുൾപൊട്ടിയതാണ്. ഈ ഒരു ഒരു ഉരുൾപൊട്ടലിൻ്റെ ആഘാതം കുറച്ചു എന്നും നിർമ്മാണത്തിനായി മണ്ണ് കൂട്ടിയിട്ടുള്ള ഇടത്തല്ല മണ്ണിടിച്ചിലുണ്ടായതെന്നും ഈ മണ്ണ് അവിടെ തന്നെ ഉണ്ട് എന്നുമാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ അന്വേഷണം നടത്തും. അതുപോലെ തെരച്ചിൽ 3-ാം ദിവസവും പുരോഗമിക്കുകയാണ് കാർത്തു. വിഷ്ണു, അതുപോലെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നു ആദ്യ പരിഗണന രക്ഷാപ്രവർത്തനത്തിനാണ്. ഇപ്പോൾ ആരെയും പഴിക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ താൻ താല്പര്യപ്പെടുന്നില്ല എന്ന്. എങ്കിലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഇനി ഒരു അന്വേഷണ സമിതി അടക്കം നിയമിച്ചു കഴിയുമ്പോൾ ഏത് തരത്തിലുള്ള നടപടികളിലേക്കായിരിക്കാം ഇനി സർക്കാർ കടക്കുക? ഈ തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേ കാർത്തു, തുരങ്ക നിർമ്മാണപാത പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിച്ച് അതിനുശേഷം കാരണം കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ് ഈ ഒരു തുരങ്കപാത നിർമ്മാണമാണോ ഈ ഒരു ദുരന്തത്തിന് കാരണം, അതല്ല ഉരുൾപൊട്ടിയതാണോ എന്നുള്ള കാരണം വ്യക്തമായി അറിയാനുണ്ട്. അതുപോലെ കരാർ കമ്പനിയുടെ വീഴ്ചയാണോ ഈ ഒരു ദുരന്തത്തിന് കാരണമെന്ന് അറിയാനുണ്ട്.
ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം, വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഇനി തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. കാർത്തു, ശരി. എന്തായാലും ദുരന്തമുഖത്ത് ഇന്നും തെരച്ചിൽ തുടരുകയാണ്. 5 പേർക്കായുള്ള തെരച്ചിലാണ് ഇന്ന് പുനരാരംഭിക്കുക. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്ററും ദുരന്തഭൂമി സന്ദർശിക്കും. ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്തഭൂമി സന്ദർശിച്ചിരുന്നു. വൈഷ്ണവ് പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്.